ഇന്ന് നമുക്ക് നെസ്ലയുടെ ഒരു വാട്സപ്പ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എന്താണ്, എങ്ങനെയാണ് അവർ വാട്സപ്പിലൂടെ മാർക്കറ്റിംഗ് ചെയ്യുന്നത്, വാട്സപ്പിനെ എങ്ങനെയാണ് ലിവറേജ് ചെയ്യുന്നത് എന്നൊക്കെ നോക്കി നോക്കാം. പറയുമ്പോൾ നെസ്ലെ ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ്. എന്തുകൊണ്ട് അവരൊക്കെ വാട്സപ്പിലേക്ക് വരുന്നു, വാട്സപ്പിനെ ഫോക്കസ് ചെയ്യുന്നു? അവർക്ക് മാർക്കറ്റിംഗ് ബജറ്റ് ഇല്ലാത്തതുകൊണ്ടാണോ, അല്ലെങ്കിൽ ലാൻഡിങ് പേജും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയാത്തത് കൊണ്ടോ, അല്ലെങ്കിൽ അതിനൊന്നും ആളെ കിട്ടാത്തത് കൊണ്ടൊക്കെ ആണോ? വാട്സപ്പ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ കാണുന്ന പോലെ കുറേ ബൾക്ക് അയക്കലോ അല്ലെങ്കിൽ അതൊന്നുമല്ല. അതിന് വ്യക്തമായിട്ടുള്ളൊരു പ്ലാന് വേണം, വ്യക്തമായിട്ടുള്ള ടൂൾസ് വേണം, അതിനുള്ള സ്ട്രാറ്റജീസ് വേണം, തുടങ്ങിയ കാര്യങ്ങൾ കുറേ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഒരു സീരീസിൽ ഞാൻ മുമ്പേയും കുറേ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഹോർലിക്സിൻ്റെ, ബ്രിട്ടാനിയയുടെ, അതുപോലെ വിവോയുടെ കോർപ്പറേറ്റുകൾ അല്ലെങ്കിൽ MNCകളൊക്കെ വാട്സപ്പിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഒന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സംഭവിക്കുന്നതെന്ന് നോക്കാം. ഞാനതിൽ ക്ലിക്ക് ചെയ്തു, ഒരു നമ്പറിലേക്ക് അത് റീഡയറക്റ്റ് ചെയ്തു, വാട്സപ്പ് നമ്പറിലേക്ക് റീഡയറക്റ്റ് ചെയ്തു. അങ്ങനെ ഈ ഒരു മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് വരുന്നത് നോക്കാം. ഇവർ മില്ലറ്റ്സിനെ കുറിച്ചുള്ള കുറേ കാര്യങ്ങളാണ് പറയുന്നത്. മില്ലറ്റ്സിൻ്റെ പ്രോട്ടീൻ വാല്യൂ, ഡയറ്ററി ഫൈബർ, ക്വാളിറ്റി, ആ കാര്യങ്ങളൊക്കെ. എന്നിട്ട് അതൊരു ടെക്സ്റ്റായിട്ടും നമുക്ക് തന്നിട്ടുണ്ട്, പിന്നെ അതൊരു ബുക്കായിട്ടും അയച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരു ലീഡ് മാഗ്നറ്റ് ആയിട്ട് ആണോ, മേക്കിംഗ് ഓഫ് ദ മോസ്റ്റ് ഓഫ് മില്ലറ്റ്സിനെ കുറിച്ചിട്ടുള്ള ഒരു ബുക്ക്, എവിടെയൊക്കെയാണ് എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇപ്പോൾ കണ്ടല്ലോ, ഇതൊരു ലീഡ് മാഗ്നറ്റ് ആയിട്ടാണ് ഇപ്പോൾ അവർ ചെയ്തിട്ടുള്ളത്. നമ്മളിപ്പോൾ ആ ഒരു PDF നമുക്ക് അയച്ചു തന്നു, നമ്മൾ ഡൗൺലോഡ് ചെയ്തു. ഇനി വരുന്ന ദിവസങ്ങളിൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ ചിലപ്പം വരാം. നമ്മുടെ ഡീറ്റെയിൽസ് ചോദിച്ചിട്ട്, അല്ലെങ്കിൽ അടുത്ത പ്രൊഡക്റ്റുകൾ അവർ പിച്ച് ചെയ്തിട്ട് അവരുടെ അടുത്ത് ഈ സംഭവം മില്ലറ്റ് എല്ലാം യൂസ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റുകളുണ്ട് എന്ന് പറഞ്ഞിട്ടൊക്കെ. ഇവിടെ പിന്നെ നമ്മളോട് പേഴ്സണൽ ഡീറ്റെയിൽസ് ഒന്നും ചോദിച്ചില്ല, പക്ഷേ നമ്മുടെ വാട്സപ്പ് നമ്പർ കിട്ടി. നെസ്ലെ പോലെയുള്ള ഒരു കോർപ്പറേറ്റിന് അല്ലെങ്കിൽ ഒരു MNCക്ക് എന്തിനാണ് നമ്മുടെ വാട്സപ്പ് നമ്പർ? അവർക്ക് ഒരു നല്ലൊരു ഡിസ്ട്രിബ്യൂഷൻ ചാനലുണ്ട്, ഹോൾസെയിലേഴ്സ് ഉണ്ട്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്, സ്റ്റോക്കിസ്റ്റുകൾ, സൂപ്പർ സ്റ്റോക്കിസ്റ്റുകളുണ്ട്, റീറ്റെയിലേഴ്സ് ഉണ്ട്. ഇതിനൊക്കെ ഇത്രയും ഒരു ചെയിന്, ഇത്തിരി ഒരു കണ്ണികൾ ഉണ്ടാവുമ്പോൾ എന്തിനാണ് അവർ എൻഡ് യൂസറെ ഡാറ്റയ്ക്ക് വേണ്ടി നിൽക്കുന്നത്? അപ്പോൾ അവിടെ എന്തോ ചേഞ്ച് വരുന്നുണ്ട്. ഈ പാർട്ടികളെല്ലാം കട്ട് ചെയ്ത് ഒരു D2C ബ്രാൻഡായിട്ട്, ഡയറക്റ്റ് ടു കസ്റ്റമർ ബ്രാൻഡായിട്ട് മാറാൻ പലരും തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പ്രോസസ്സുകൾ അല്ലെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഷിപ്പിംഗ് കമ്പനീസ് ഇഷ്ടം പോലെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയൊരു ട്രാൻസ്പോർട്ടിങ് അല്ലെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റ് ഓഫ് ഗുഡ്സ് അത്ര റിസ്കി അല്ല ഇനി. അതുകൊണ്ട് തന്നെ D2C ബ്രാൻഡുകൾ ഇനി നന്നായിട്ട് വളർന്നു വരും. പ്രത്യേകിച്ച് വാട്സപ്പിനെ മാക്സിമം ലിവറേജ് ചെയ്തുകൊണ്ട് വരും. അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ നിങ്ങൾ ഡയറക്റ്റ് ടു കസ്റ്റമർ B2C എല്ലാം ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യമാണ് നല്ലൊരു വാട്സപ്പ് ബിസിനസ് API പർച്ചേസ് ചെയ്യാം. അതിൽ കുറേ കാര്യങ്ങൾ ചെയ്യുക. അതിനെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കുറേ ഓട്ടോമേഷൻസ് കാര്യങ്ങൾ ചെയ്യാം. മാക്സിമം നമ്മളുമായിട്ട് കണക്ട് ചെയ്യാവുന്ന കസ്റ്റമേഴ്സുമായിട്ട് വാട്സപ്പിലൂടെ കണക്ട് ചെയ്യാം. ആ ഒരു ഡാറ്റ ഉണ്ടെങ്കിൽ അത് കീപ്പ് ചെയ്യുക. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അവർ അപ്ഡേറ്റുകളായിട്ടുള്ള മെസ്സേജുകൾ കൊടുത്തുകൊണ്ടിരിക്കുക. വെറും ബൾക്ക് അയക്കുക എന്നല്ല ഇതിൽ അർത്ഥം. ബൾക്ക് അയക്കുന്നതിലപ്പുറം കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ മെയിൽ ID എന്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. എനിവേ, വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.